നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ രാവിലെ തന്നെ കാലൊക്കെ കഴുകിയിട്ട് എന്തിനുള്ള പുറപ്പാടാണ്? അതൊന്നല്ല, നമ്മളിപ്പോൾ പുഴേൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഞാൻ ഉണ്ടാക്കിയ വീഡിയോനെ പറ്റിയുള്ളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ, ഒരു ചെറിയൊരു 10 സെക്കൻഡിൻ്റെ നീളമുള്ളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും, പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോയിലോട്ട് എത്തിപ്പെട്ടതും അതിനെ പറ്റിയൊരു ചെറിയൊരു വീഡിയോ. അപ്പോൾ പോവല്ലേ? ഓക്കെ. നമ്മൾ കാലൊക്കെ കഴുകി ഇവിടെ എത്തിയത് കൊന്നാരിപ്പുഴയുടെ തീരത്താണ്. ഇതാണ് നമ്മളെ കൊന്നാരിപ്പുഴ. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പരീക്ഷണ വസ്തുവായിട്ട് തോണി ഇറക്കിയത്. പിന്നെ വലിയ ആഴമൊന്നുമില്ല, മഴയൊക്കെയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും വെള്ളമില്ല, വേലി ഇറക്കാൻ തോന്നുന്നു. രാവിലെ തന്നെ വന്നതാണ്, കാരണം അമ്മക്കൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. ഫോണൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യം. അപ്പോൾ രാവിലെ തന്നെ പാതിരക്ക് ഞെട്ടിണീച്ചൊരു ഞെട്ടലോടെ ഒരു ഓട്ടോ ഓടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇതാണ് കൊന്നാരിപ്പുഴ. ഞാനിവിടെയാണ് ആദ്യമായിട്ട് എൻ്റെ തോണി നീറ്റിലിറക്കിയത്. മീൻസ് അവിടെ ഒരു സ്റ്റെപ്പുണ്ട്. പിന്നെ ഇവിടെയാണ് പൊതുവെ, ഇവിടെ ഇറങ്ങാനൊന്നും പറ്റൂല. ഫുള്ള് മുരുവർച്ചീനെ കൊണ്ട് കാലൊക്കെ മുറിഞ്ഞാൽ പിന്നെ അത് വേറെയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോൾ ഒരു മഴ പെയ്തിട്ട് ചാറിയതാണ്. മുടിയൊക്കെ ഒന്ന് നനഞ്ഞ കുളിച്ച പോലെയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. ഇതിൽ വീട്ടിലുണ്ടാക്കിയ ഒരു തോണിയുടെ ഒരു ചെറിയൊരു 2 ആഴ്ച കൊണ്ട് ഉണ്ടാക്കിയ തോണി വെറും 5 മിനിറ്റിലോട്ട് ചുരുക്കിയ പോലെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടാവും. ചിലതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു, ആരും ഉദ്ദേശിച്ചില്ലല്ലോ യൂട്യൂബിലിടാൻ, അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പിന്നെ ആദ്യം ഉണ്ടാക്കിയ തോണിയും പിന്നെ അവസാനം ഉണ്ടാക്കിയ തോണിയും, ആദ്യം ഒരു മരപ്പലകേന്ന് പിന്നെ ഒരു ചീപ്പിലോട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ആവരണം പോലെ ചെറിയൊരു ഇതുപോലെ, പിന്നെ അവസാനമാണ് വലിയ തോണിയിലേക്ക്. ഓക്കെ, ബൈ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയ കണ്ടുപിടുത്തത്തിലോട്ട് പോകുന്നത് ഇതുപോലെയുള്ള ഒരു ചെറിയ ചെറിയ വഴിത്തിരിവുകളാണ്. അതുപോലെ എൻ്റെ തോണി നിർമ്മാണത്തിലും ഇതുപോലെ ഒരു ചെറിയ ചെറിയ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ വഴിത്തിരിവ്. അത് മുട്ട പോലത്തെ ഒരു കണ്ണടട്ടിക്കുന്ന എൻ്റെ അനിയനാണ്. ആർക്കും ഒന്നും സംശയങ്ങളൊന്നും വേണ്ട. അവൻ്റെ അടുത്തുള്ള ഒരു മലപ്പലക അത്യാവശ്യം പൊന്തി നിൽക്കുന്നുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ പരീക്ഷണ വസ്തു. പങ്കായാന്ന് പറയാൻ പറ്റില്ല, തെങ്ങിൻ്റെ തലമട്ടൽ കൊണ്ടാണ് അവൻ തുഴയുന്നത്. പിന്നെ ഈ പലകൻ്റെ അടിയിൽ നിന്ന് പറഞ്ഞാൽ ഒരു പൊന്തി നിൽക്കാൻ വേണ്ടി ലേശം ചപ്പ് ചവറ് ആ കണ്ടൽക്കാട് നിന്നൊക്കെ പെറുക്കിയിട്ട കുപ്പികളാണുള്ളത്. ഫസ്റ്റിൽ തന്നെ ഇതൊക്കെ ഇതിന് പരീക്ഷണം. പിന്നെ 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 അത് തലക്ക് പിടിച്ച് അവസാനം ഇങ്ങനെ നെറ്റിൽ കൂടെ ഇങ്ങനെ പഠിച്ച് അവസാനം ഒരു തോണിയിലേക്ക് എത്തി. ആ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇപ്പോൾ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇപ്പോൾ പിന്നെ അത്യാവശ്യം നടുവരെ പോയി. എനിക്ക് ഇതിൻ്റെ അകത്ത് കയറാനും പറ്റൂല, അറിയാലോ. ഇത് അവൻ തന്നെ എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്തിട്ടാണ് അതെന്നെ കുത്തി പിടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഞാനെങ്ങനെ, എനിക്കും പോകണമല്ലോ, അതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണല്ലോ. പിന്നെ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് പുഴയിലൊക്കെ ഒന്ന് സഞ്ചരിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഗന്ധം, അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെയാണ്.